പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബാസ് പ്രസൻസിലേക്ക് ഏവർക്കും സ്വാഗതം. +2 ഇംഗ്ലീഷ് പബ്ലിക് എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു സെഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ്. ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യന് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് പൊതുവേ കണ്ടുവരുന്നതാണ്. പ്രത്യേകിച്ചും ഈ വർഷം 160 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകുമ്പോൾ അതിലൊരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 99% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻ്റർവ്യൂ തയ്യാറാക്കുമ്പോൾ പ്രാഥമികമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ആദ്യം പറയുന്നു. പിന്നെ ഏതൊരു ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന ചില മോഡൽ ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ച് പരീക്ഷകൾ പോയി കഴിഞ്ഞാൽ അതേപടി എഴുതി വെക്കാവുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, പിന്നെ മോഡലായിട്ടുള്ള 1-2 ഇൻ്റർവ്യൂസ്, അതോടൊപ്പം മുൻകാല പരീക്ഷകളിൽ ചോദിച്ചതിൽ നിന്നുമുള്ള ഒരു ചോദ്യം, ചെമ്മനം ചാക്കോയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നടത്താൻ അതിൽ ഫ്രെയിം ചെയ്യാൻ 6 ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ പഠിച്ചു വെച്ച സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ചെമ്മനം ചാക്കോക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്ത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ആൻസറായിട്ട് എഴുതാം എന്നുള്ളതും, അതോടൊപ്പം ചെമ്മനം ചാക്കോയോട് ചോദിക്കാവുന്ന സ്പെസിഫിക് ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുള്ള അതിൻ്റെ ഒരു ആൻസർ, മോഡൽ ആൻസർ, അതോടൊപ്പം ഒരു ടിപ്പിക്കൽ ഇൻ്റർവ്യൂ. അത് മുമ്പ് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തതായിരുന്നു. ഫസ്റ്റ് ഇയറിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന ചാപ്റ്ററിൽ ഒരു ഇൻ്റർവ്യൂ ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്തിരുന്നതാണ് ഒരു മോഡൽ ഇൻ്റർവ്യൂ. വയനാട്ടിൽ നിന്നും ഷെഡ്യൂൾഡ് ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് ആദ്യമായിട്ട്, കേരളത്തിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് IAS നേടിയ ശ്രീധന്യ സുരേഷുമായി MT വ്ളോഗ് എന്ന യൂട്യൂബ് ചാനലിൽ ഉണ്ടായ ഒരു ഇൻ്റർവ്യൂ, മലയാളം ഇൻ്റർവ്യൂ ആണത്. അതിനൊന്ന് മോഡിഫൈഡ് ആയിട്ട് അഡാപ്റ്റഡ് ആക്കിയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് വേർഷൻ ഓഫ് ദാറ്റ് ഇൻ്റർവ്യൂ, അതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് എന്ത് ആണെങ്കിൽ കൂടി, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഉപകരിച്ചോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. സ്ഥിരമായിട്ട് ഇനി പരീക്ഷാ സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഈ ചാനൽ വരുന്നത് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെന്ന് താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് വെക്കുക. വാട്സാപ്പ് വഴി ലിങ്കുകൾ ലഭിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് 9947969110 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തന്നു കഴിഞ്ഞാൽ സ്ഥിരമായ ലിങ്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് ലിങ്കുകൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡിസ്കഷൻ ആരംഭിക്കാം. ഇവിടെ ആദ്യം പ്രാഥമികമായിട്ട് നമ്മളൊരു ഇൻ്റർവ്യൂ ഒരുങ്ങുമ്പോൾ, ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രാഥമികമായ കാര്യങ്ങൾ. ആ ഇൻ്റർവ്യൂവർ ഏത് ഫീൽഡിലുള്ള ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് അയാൾക്ക് ആ ഒരു കോണ്ടെക്സ്റ്റിന് റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം ചോദിക്കാൻ. അതാണ് ആസ്ക് റെലവൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഉദ്ദേശിച്ചത്. ആസ്ക് എ ക്ലസ്റ്റർ ഓഫ് ക്വസ്റ്റ്യൻസ് ഓർ എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിസീഡിങ് എ ക്വസ്റ്റ്യൻ. ഒരു ഇൻ്റർവ്യൂ തയ്യാറാക്കുമ്പോൾ നമുക്കറിയാം, ഇൻ്റർവ്യൂവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ഇൻ്റർവ്യൂവി ആൻസറുകൾ പറയുന്നു. അതാണല്ലോ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒറ്റ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു തവണ ചോദിക്കുമ്പോൾ തന്നെ ഒന്നിലധികം ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ആദ്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്താം. അങ്ങനെയൊക്കെ അതിനെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഇൻ്റർവ്യൂവിൽ ആൻസർ പറയുന്ന ആളുടെ ആൻസറിൽ 1, 2, 3 സെൻറ്റൻസുകൾ, ഒരു 2-3 സെൻറ്റൻസൊക്കെയാണ് അതിൻ്റെ ഒരു ഭംഗിയായ രീതി എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യനും ആൻസറിനും അനുസരിച്ചിരിക്കും. പിന്നെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ ഒരു കൊട്ടേഷനോ എന്തെങ്കിലും ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു കവിതയിൽ നിന്നുള്ള വരികളോ മറ്റങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യനിലോ ആൻസറിലോ ഒക്കെ വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷേ അത് നിങ്ങളുടെ ഈ ഫോക്കസിൽ നിന്ന് വിട്ടുപോകരുത്. അല്ലെങ്കിൽ സ്റ്റിക്ക് ഓൺ ടു ദ ടോപ്പിക് ഓർ ഇൻ്റർവ്യൂ ആണ് എന്നുള്ള ബോധത്തോടു കൂടി വേണം അതിലേക്കൊക്കെ പോവാൻ. സാധാരണ രീതിയിൽ നിങ്ങൾക്ക് വരുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഇൻ്റർവ്യൂവർ തയ്യാറാക്കുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഒരു വ്യക്തിയെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ചെമ്മനം ചാക്കോയുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. ആ ക്വസ്റ്റ്യനിൽ പറയുന്നത് നിങ്ങളോട് 6 ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പോസിബിൾ ആയിട്ടുള്ള 6 ക്വസ്റ്റ്യൻസ്. അത് വളരെ ഈസിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ അത്തരത്തിൽ ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കാൻ പറയുന്ന ഒരു ഇൻ്റർവ്യൂ ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കിട്ടുന്നതെങ്കിൽ അത് 3 മാർക്കോ 4 മാർക്കോ 5 മാർക്കോ 6 മാർക്ക് വരെ ആവാം. വെറും ക്വസ്റ്റ്യൻസ് മാത്രം ഫ്രെയിം ചെയ്യാൻ പറയുകയാണെങ്കിൽ. മറ്റൊരു രീതിയിൽ വരുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിൽ ഇൻ്റർവ്യൂവറോട് നിങ്ങൾ ചോദിക്കുന്ന പോസിബിൾ ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസും അതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള 4 ആൻസറുകളും അതിനുണ്ടായിരിക്കണം. അപ്പോൾ അത്തരത്തിലാകുമ്പോൾ അതൊരു ടിപ്പിക്കൽ ഇൻ്റർവ്യൂ ആണ്, ഫുൾ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ എൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ശ്രീധന്യ സുരേഷുമായിട്ടുള്ള ഒരു മോഡൽ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അത് ലാസ്റ്റ്, ഈ വീഡിയോയുടെ ലാസ്റ്റ് അതിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലാണ് സാധാരണ രീതിയിൽ കണ്ടുവരുന്നത്. പിന്നെ മൂന്നാമതൊരു സാധ്യത എന്ന് പറയുന്നത് ഇൻ്റർവ്യൂവിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ, ആ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അതിൽ ചിലപ്പോൾ ഇൻ്റർവ്യൂവറുടെ ക്വസ്റ്റ്യൻ ബ്ലാങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂയുടെ ആൻസർ ബ്ലാങ്ക് ആയിരിക്കും. അതിങ്ങനെ മിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും.
അപ്പോൾ അത്തരത്തിലുള്ള കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൻ്റെ ആൻസർ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെങ്കിൽ അത് എഴുതാം. ആ എഴുതുമ്പോൾ എന്ത് വേണം, തൊട്ടടുത്ത ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് റിലേറ്റഡ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് വേണം അവിടെ നിങ്ങളുടെ ആൻസർ എഴുതാൻ. അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഇൻ്റർവ്യൂയുടെ ആൻസർ കാണാം, ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ്റേതായ ഒരു സ്ട്രക്ചർ ഉണ്ട്, സെൻറ്റൻസ് സ്ട്രക്ചർ ഉണ്ട് ലാംഗ്വേജിൽ. അപ്പോൾ അത് ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് ഇവിടെ ജസ്റ്റ് വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോവാണ്. സാമ്പിൾ ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ദ ടേണിംഗ് പോയിന്റ്? ഇപ്പോൾ ഇത് ആരോടും ചോദിക്കാവുന്ന അല്ലെങ്കിൽ പൊതുവേ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻ്റർവ്യൂവർ ആരെയാണോ ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അയാളോട് ചോദിക്കാവുന്ന ചില ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ, സാമ്പിൾ സ്പെസിമെൻ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ജസ്റ്റ് ഞാനൊന്ന് വായിച്ച് പോവാം. അറിയാത്ത എന്തെങ്കിലും അർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ഭാഗം വരുന്നുണ്ടെങ്കിൽ അത് പറയാം. വാട്ട് ഈസ് എ ടേണിംഗ് പോയിന്റ് ഇൻ യുവർ ലൈഫ്? ഡു യു എൻജോയ് ദിസ് കരിയർ? ക്യാൻ യു ടെൽ മീ എ ലിറ്റിൽ അബൌട്ട് യുവർ സെൽഫ്? നിങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാമോ? വാട്ട് ഈസ് യുവർ പ്രൊഫഷണൽ സ്ട്രെങ്ത്? വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് പ്രൊഫഷണൽ അച്ചീവ്മെൻറ്റ്? നിങ്ങളുടെ പ്രൊഫഷണലായിട്ട് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ നേട്ടം എന്തായിരുന്നു? ടെൽ മീ അബൌട്ട് എ ചാലഞ്ച് ഓർ കോൺഫ്ലിക്റ്റ് യു ഹാവ് ഫേസ്ഡ് ഇൻ യുവർ ലൈഫ്. ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു? അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? അടുത്ത ചോദ്യം, വാസ് യുവർ ചൈൽഡ്ഹുഡ് എ ഡിലൈറ്റ്ഫുൾ വൺ? നിങ്ങളുടെ കുട്ടിക്കാലം വളരെ ഡിലൈറ്റ്ഫുൾ, സന്തോഷം നിറഞ്ഞതായിരുന്നു. ഹൗ ഡു യു റീകളക്ട് ദോസ് ഡേയ്സ് നൗ? ആ ദിവസങ്ങൾ ഇന്ന് എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ക്യാൻ യു ഷെയർ സം ഓഫ് യുവർ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് വിത്ത് അസ്? കുട്ടിക്കാലത്തെക്കുറിച്ച് അനുഭവങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാൻ കഴിയുമോ? മറ്റൊന്നാണ്, ഡു യു തിങ്ക് അവർ വേൾഡ് ഹാസ് ബിക്കം മോർ ആൻഡ് മോർ നെഗറ്റീവ് നൗ? ലോകത്ത് പൊതുവെ ആളുകളുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡായി മാറിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായമുണ്ടോ? സം പീപ്പിൾ നെസ്റ്റാൾജിക്കലി റിഫ്ലക്ട് ദ ലോസ്റ്റ് പാരഡൈസ് ഓഫ് ദ ഫോർഗോൺ ഇയറ. പഴയ കാലം വളരെ മനോഹരമായിരുന്നു, സ്വർഗമായിരുന്നു എന്നൊക്കെ പലവരും വളരെ വൈകാരികമായിട്ട് അവരുടെ മുൻകാലങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഐ ഫീൽ ഇറ്റ് ഹാസ് ബീൻ മോർ ഓർ ലെസ് ദ സെയിം ടൈം ഇമെമ്മോറിയൽ. കാലങ്ങളായിട്ട് ഇത് ഇങ്ങനെ തന്നെയാണ്. ഓരോ ജനറേഷനിലുള്ളവരും അതിൻ്റെ മുൻ തലമുറ അല്ലെങ്കിൽ മുൻ കാലഘട്ടം വളരെ നന്നായിരുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ശൈലിയല്ലേ ഇത്? വാട്ട് ഡു യു തിങ്ക്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വെൻ വി സേ ഓൾ ദീസ് വി ടെൻ ടു ഗ്ലോറിഫൈ യൂത്ത്ഫുൾനെസ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ യുവത്വത്തെ ഇങ്ങനെ മഹത്വവൽക്കരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. ഡു യു തിങ്ക് ദ യങ്സ്റ്റേഴ്സ് നൗ ഡേയ്സ് ആർ മോർ പോസിറ്റീവ്? ഇന്നത്തെ യുവതലമുറ കൂടുതൽ പോസിറ്റീവാണ് ജീവിതത്തിൽ എന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഡു യു ഫൈൻഡ് എനി ഇംബാലൻസസ് ഇൻ ദെയർ ലൈഫ്സ്? അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അസന്തുലിതാവസ്ഥ നിങ്ങൾക്ക് അഭിപ്രായപ്പെടാനുണ്ടോ? യു ആർ എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ടു തൗസൻഡ്സ് ഓഫ് പീപ്പിൾ. ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു നിങ്ങൾ. ഹൗ ഡു യു കീപ്പ് അപ്പ് യുവർ കോൺഫിഡൻസ് ലെവൽ? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്? വാട്ട് ഡു യു ഡു വെൻ യു ഫേസ് എനി ക്രൈസിസ് ഇൻ യുവർ ലൈഫ്? നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിടുമ്പോൾ എങ്ങനെയാണ് അതിനെയൊക്കെ അതിജീവിക്കുന്നത്? വാട്ട് ഡസ് ലൈഫ് മീൻ ടു യു? നിങ്ങൾക്ക് ലൈഫ് എന്നുള്ളതുകൊണ്ട് എന്താണ് നിങ്ങൾ അതിന് കൊടുക്കാവുന്ന നിങ്ങളുടെ ഒരു നിർവചനം, അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓർ പുട്ട് ദ ക്വസ്റ്റ്യൻ ഇൻ അനദർ വേ, അല്ലെങ്കിൽ വേറെ രീതിയിൽ ചോദിക്കാൻ, ഡിഡ് ലൈഫ് ടീച്ച് യു എനി ലെസൺസ്? ജീവിതം നിങ്ങൾ എന്താണ് പഠിപ്പിച്ചത്? വാട്ട് ലെസൺസ് ഹാവ് യു ലേൺഡ് ഫ്രം ലൈഫ്? അപ്പോൾ ഇതൊക്കെ എന്താണ്, കുറേ മോഡൽ ക്വസ്റ്റ്യൻസ്. ഇത് വ്യത്യസ്തങ്ങളായ ക്വസ്റ്റ്യൻസ് വ്യത്യസ്ത കോണ്ടെക്സ്റ്റുകളിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു മോഡൽ ഇൻ്റർവ്യൂ 1 and 2. ഇതൊക്കെ ഫസ്റ്റ് ഇയറിന് വേണ്ടി ഞാൻ ഈ ചാനലിൽ തന്നെ ചെയ്തതാണ്. ഇപ്പോൾ ഈ എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ട് സെക്കൻഡ് ഇയർ കുട്ടികൾക്ക് അത് ഒന്നുകൂടി ഓർഗനൈസ്ഡ് ആക്കിയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ മോഡൽ ഇൻ്റർവ്യൂ 1, ക്യാൻ യു ടെൽ us സംതിങ് അബൌട്ട് യുവർ ചൈൽഡ്ഹുഡ്? അപ്പോൾ ഇതിലുള്ള ഈ ഇൻ്റർവ്യൂയുടെ ആൻസറുകൾ നിങ്ങൾക്ക് പഠിച്ചു വെക്കാവുന്നതാണ്. പലതും ആർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതിനാണ് ഇത്തരത്തിലുള്ള സെഷൻ ഞാൻ ഈ ചാനലിലൂടെ ചെയ്യുന്നത്. മൈ ചൈൽഡ്ഹുഡ് വാസ് എ നൈസ് വൺ. ഐ ഹാഡ് ഹാപ്പി ആൻഡ് സാഡ് എക്സ്പീരിയൻസസ്. മൈ പാരൻസ്, മൈ ടീച്ചേഴ്സ്, മൈ എൽഡേഴ്സ്, മൈ ഫ്രണ്ട്സ്, എവരിവൺ ഹെൽപ്ഡ് മീ എ ലോട്ട്. ഐ എം താങ്ക്ഫുൾ ടു ദം. ഐ എൻജോയ്ഡ് മൈ ചൈൽഡ്ഹുഡ്. അത് അത്തരത്തിൽ. ഇപ്പോൾ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ യങ്സ്റ്റേഴ്സിന്? ഇതൊക്കെ മേലുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ചില ആൻസറുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. യങ്സ്റ്റേഴ്സിനെ കുറിച്ച് എന്താ പറയുന്നത്? വെരി ഗുഡ്, ദേ ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ഗ്രേറ്റ് തിങ്സ്. വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണ്. സം ഓഫ് ദം ആർ ലേസി, പക്ഷേ കുറച്ച് മടിയന്മാരുണ്ട്. ദേ ഷുഡ് വർക്ക് ഹാർഡ്. അവർ കഠിനാധ്വാനം ചെയ്യണം. ഇന്ത്യ വിൽ ബിക്കം എ ഗ്രേറ്റ് നേഷൻ ബൈ ദ ഹെൽപ്പ് ഓഫ് ദ യങ്സ്റ്റേഴ്സ്. ഈ യുവതലമുറ എന്ന് പറയുന്നത് നമ്മളുടെ വലിയ റിസോഴ്സാണ്. അവരുടെ സഹായത്തോടുകൂടി ഇന്ത്യയെ ഗ്രേറ്റ് ആക്കി മാറ്റണം. വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു അവർ റീഡേഴ്സ്? നമ്മുടെ വായനക്കാർക്ക് നിങ്ങളുടെ സന്ദേശം കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? ഐ ലൈക്ക് ടു വിഷ് ദം ആൾ സക്സസ് ഇൻ ലൈഫ്. ജീവിതത്തിൽ വിജയം നേരുന്നു. ഹാർഡ് വർക്ക് ബ്രിങ് സക്സസ് ഇൻ ലൈഫ്. കഠിനാധ്വാനം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയം വരും. സോ വർക്ക് ഹാർഡ്, ആൾവേസ് ടെൽ ട്രൂത്ത് ആൻഡ് ബി ഓണസ്റ്റ്. സത്യസന്ധരാവാനും ആത്മാർത്ഥമുള്ളവരാവാനും ശ്രമിക്കുക. വിശ്വസ്തരാവാൻ ശ്രമിക്കുക. ബി എ ഗുഡ് പേഴ്സൺ ടു അതേഴ്സ്. ഹെൽപ്പ് ദ പുവർ പീപ്പിൾ. ഫെയിലിയർ ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. പരാജയം എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് ഓർക്കുക. ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് ഫെയിലേഴ്സ്.
എവിടെയെങ്കിലും ഒന്ന് പരാജയപ്പെട്ടാൽ അത് ഓർത്ത് ദുഃഖിച്ച് ജീവിതം നശിപ്പിച്ച് കളയരുത്. സക്സസ് വിൽ ഫോളോ. വിജയം തുടർന്ന് വരും. ഹു ആർ ദ റോൾ മോഡൽസ് ഇൻ യുവർ ലൈഫ്? അപ്പോൾ ഐ ഹാവ് എ ലോട്ട് ഓഫ് റോൾ മോഡൽസ് ഇൻ മൈ ലൈഫ്. ആൾ ഗ്രേറ്റ് പീപ്പിൾ ആർ മൈ റോൾ മോഡൽസ്. ഐ വാണ്ട് ടു ബിക്കം എ ഗ്രേറ്റ് പേഴ്സൺ ലൈക്ക് ദം. അവരെ പോലെ ഒരു ഗ്രേറ്റ് പേഴ്സണായി മാറണം എന്നാണ് എൻ്റെയും ആഗ്രഹം. ഇനി മോഡൽ ഇൻ്റർവ്യൂ 2. വുഡ് യു മൈൻഡ് സ്പെൻഡിങ് സം ടൈം വിത്ത് മീ ഫോർ ആൻ ഇൻ്റർവ്യൂ? നോ, ഐ വുഡൻറ്റ്. യു ക്യാൻ. വാട്ട് പ്രോംപ്റ്റഡ് യു ടു സെലക്ട് ദിസ് ഫീൽഡ്? You might have come across failures in life. How did you overcome failures? What are your future plans? Would you like to give a piece of advice to the present generation? അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണെങ്കിൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ആരെ പറ്റി ചോദിച്ചാലും നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതിലേതിലൊക്കെ ഒന്ന് അടർത്തിയെടുത്ത് നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചേക്കാം. ഇനി മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണിത്. മാർച്ച് 2018 വന്നൊരു ക്വസ്റ്റ്യനാണിത്. ചോദ്യം എന്താണ്? ദ ലിറ്റററി ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു വിസിറ്റ് ദ പോയറ്റ് സാറ്ററിസ്റ്റ് ചെമ്മനം ചാക്കോ ആൻഡ് ഇൻ്റർവ്യൂ ഹിം. വാട്ട് വുഡ് യു ആസ്ക് ഹിം? നിങ്ങളുടെ സ്കൂളിലെ ലിറ്റററി ക്ലബ്ബ് ചെമ്മനം ചാക്കോ എന്ന സാറ്ററിസ്റ്റ് ആയിട്ടുള്ള പോയറ്റിനെ സന്ദർശിക്കാൻ തീരുമാനിച്ച് ഇൻ്റർവ്യൂ നടത്താൻ തീരുമാനിക്കുന്നു. ഫ്രെയിം 6 റെലവൻറ്റ് ക്വസ്റ്റ്യൻസ് ഫോർ ദ ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന 6 ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ചെമ്മനം ചാക്കോയോട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ എന്നുള്ള രീതിയിൽ ഞാൻ മുകളിൽ കൊടുത്ത ലിസ്റ്റിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. വുഡ് യു മൈൻഡ് സ്പെൻഡിങ് സം ടൈം with me for an interview? Can you tell me a little about yourself? Tell me about a challenge or conflict you have faced in your life and how did you overcome the same? Do you think our work world has become more or more negative? ഇതൊക്കെ നമ്മൾ മേലെ കണ്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. യു ആർ എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ടു തൗസൻഡ്സ് ഓഫ് പീപ്പിൾ. Would you like to give a piece of advice to the present generation? What did you feel at first when you... ഇനി കണ്ടോ, ഈ 2 ക്വസ്റ്റ്യൻസ്, ലാസ്റ്റത്തെ 2 ക്വസ്റ്റ്യൻസ് പോയറ്റിനെ മനസ്സിലാക്കി വളരെ സ്പെസിഫിക് ആയിട്ട് പോയറ്റിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നമ്മൾ ആ ചാപ്റ്ററിൽ നിന്നുമുള്ള നമ്മളുടെ അറിവും കൂടിയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യമാണിത്. വാട്ട് ഡു യു ഫീൽ അറ്റ് ഫസ്റ്റ് വെൻ യു റിയലൈസ്ഡ് ദാറ്റ് ദ കേരളൈറ്റ്സ് ഹവ് സ്റ്റോപ്ഡ് കൾട്ടിവേറ്റിംഗ് ഫുഡ് ക്രോപ്സ് ആൻഡ് സ്റ്റാർട്ടഡ് ഫാമിംഗ് ഓഫ് ക്യാഷ് ക്രോപ്സ്? ഫുഡ് ക്രോപ്സ് നിർത്തി ക്യാഷ് ക്രോപ്സിലേക്ക് കേരള ജനത തിരിഞ്ഞിട്ടുണ്ട് എന്ന് കണ്ടപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്കുണ്ടായ ഒരു ഫീലിംഗ് എന്തായിരുന്നു? അത് വളരെ ആപ്റ്റായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. യു ഹാവ് റിട്ടൺ മെനി പോയംസ് വിത്ത് സാറ്ററിക് എലമെൻറ്റ്സ്. ഞാൻ പറഞ്ഞ നേരത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉൾപ്പെടുത്താം നിങ്ങളുടെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനിൽ, എന്നിട്ടൊരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പോയംസിൽ പൊതുവേ കാണുന്നത് സാറ്ററിക് എലമെൻറ്റ്സ് ആണ് കൂടുതലായിട്ട്. വാട്ട് വാസ് ദ മോട്ടിവേഷൻ ടു ചൂസ് ദിസ് ജാനർ? ഇത്തരത്തിലുള്ള പോയം എഴുതാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത ഫാക്ടർ, ഘടകം എന്തായിരുന്നു? ഇത് പോയറ്റിൻ്റെ ഫീൽഡുമായി വളരെ കൃത്യമായിട്ടും പോയറ്റിൻ്റെ ഫീൽഡുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മുജീബ് മാസ്റ്റർ എം ടി വ്ളോഗ് ചാനലാണ്, യൂട്യൂബ് ചാനലാണ്. അതിൽ നടത്തിയ ശ്രീധന്യ സുരേഷുമായി IAS ഇൻ്റർവ്യൂ ആണ്. നിലവിൽ സബ് കളക്ടറാണ് ശ്രീധന്യ സുരേഷ് IAS. അപ്പോൾ അവരുമായി നടത്തിയ ഇൻ്റർവ്യൂവിനെ ഞാനൊന്ന് അഡാപ്റ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് ആക്കി കൊടുത്തിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായനയ്ക്ക് വേണ്ടി ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യാണ്.
ഇതോടുകൂടി ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ആണ് എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും താല്പര്യപ്പെടുന്നു. താങ്ക്